ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാൻ പോകുന്ന കാര്യം. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു നമ്മൾ ഈ ചാനൽ തന്നെ നമ്മൾ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രാഫ്റ്റ്, ആർട്ട്, കുക്കിങ് കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ അനിയത്തി, ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഇവള് 5 വയസ്സായി, ഇവളിനി UKG, ഞാനിനി 7th, എൻ്റെ മറ്റേ അനിയത്തി ഇനി 4th. അപ്പോൾ ഞങ്ങൾ 3 പേരാണ്. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും പോയാലോ. എൻ്റെ പേര് ഫിൽസാണ്, എൻ്റെ പേര് ഫാദ്, നിങ്ങൾക്ക് അറിയാലോ. ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം. മറ്റവളുടെ പേര് ഫൈഹാം. അപ്പം നമുക്ക് ഇന്നൊരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കാം. ഐറ്റത്തിൻ്റെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു, കുറേ നാളെ കഴിഞ്ഞിട്ട്. കുറേയെന്ന് പറഞ്ഞാൽ ഭയങ്കര നാളായ ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ട്രെയിൻ കേക്കാണ് ഗൈസ്. ഞാൻ ഉമ്മയോട് കേക്ക് ഉണ്ടാക്കി. ഈ ട്രെയിൻ കേക്കിന് വേണ്ടി ഇപ്പം നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വരും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഓറിയോ കേക്കിൻ്റെ സ്പഞ്ച്. ആൻഡ് ഗൈസ്, ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്, നല്ല പഞ്ഞു കൂട്ടിയിരിക്കുവാണ്. ആൻഡ് ഞാനിത് മേക്ക് ചെയ്തേക്കുന്നത് ഒരു 2.5 പാക്കറ്റ് ഓഫ് ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ മാത്രമാണ് ഇടേണ്ടത്. ബേക്കിംഗ് പൗഡറാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ബേക്കിംഗ് സോഡയാണ് നമുക്ക് കിട്ടിയത്. ബേക്കിംഗ് പൗഡർ എനിക്ക് കിട്ടിയില്ല, എൻ്റെ വീട്ടിലില്ലായിരുന്നു. അപ്പോഴത്തേക്ക് കേക്ക് ഉണ്ടാക്കണമല്ലോ, അപ്പം മേടിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ വെച്ച് ഉണ്ടാക്കി ഗൈസ്. നോക്കി, നല്ല അടിപൊളി സ്പഞ്ചാണ്. നെക്സ്റ്റ് നമുക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഫോർക്ക് എടുക്കാൻ മടിയായിട്ട് അങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുത്ത് വന്നിട്ട് പാലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് ബെറ്റ് ചെയ്ത് കൊടുക്കുക, സോക്ക് ചെയ്ത് കൊടുക്കുക. പാലല്ലെങ്കിൽ ഷുഗർ വാട്ടർ. എന്നിട്ട് നമുക്ക് ദാണ്ടെ മിൽക്കി ബാർ 20 രൂപയ്ക്ക് നമ്മൾ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഇതിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ആ മെൽറ്റ് ചെയ്തെടുക്കണമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ഇടണം. ഫ്രഷ് ക്രീം മെൽറ്റ് ചെയ്യണ്ട. അപ്പം നമുക്ക് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം പൊട്ടിച്ച് കൊടുക്കാൻ. കറക്റ്റായിട്ടൊന്ന് നല്ല രീതിക്ക് ഫസ്റ്റ് ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മെൽറ്റാക്കിയ മിൽക്കി ബാറിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഇതൊന്ന് പകുതി ഇട്ട് കൊടുക്കുക. ആൻഡ് ഗൈസ്, ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആൻഡ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ബീറ്റ് ചെയ്യുവാണ് ചെയ്യാം, പക്ഷേ നമ്മുടെ ഈ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ജസ്റ്റ് പോർ ഇറ്റ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഒരു കാര്യം വരുന്നുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഡയറി മിൽക്കിൻ്റെ പാട്ട് വരാൻ നേരത്തെ കാണിച്ചു തരാം ഞാൻ. ആൻഡ് താണ്ട ഇതേ കൂട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം ഗീസ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഒരു 10 ഡയറി മിൽക്ക് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബാക്കി വന്ന് ഫ്രഷ് ക്രീം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് എന്തോ ഒരു കുഴപ്പം വന്നെന്ന്. അപ്പം ദാണ്ടെ ഇതിൻ്റെ അകത്ത് ഡയറി മിൽക്കിൻ്റെ അകത്ത് ഫ്രഷ് ക്രീം ഇച്ചിരി കൂടിപ്പോയി. ഈക്വലായിട്ട് എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് വേറെ പാത്രം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. ഇതും അതേ കൂട്ട് തന്നെ ഫൈനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോറ് ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ആൻഡ് ഗൈസ്, ഉമ്മ ഇവിടെ അടുത്ത ദിവസത്തേക്ക് മന്തി, നാളെ പെരുന്നാളാണല്ലോ അല്ലേ, എല്ലാവരും ഹർഫ നോമ്പ് പിടിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതേ കൂട്ടൊന്ന് നമ്മൾ ഓരോ ലെയർ സെറ്റ് ചെയ്യാൻ നേരത്തും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. മിൽക്കി ബാർ ഒരു 10-15 മിനിറ്റ്. ആൻഡ് ഗൈസ്, വൺ പണി കിട്ടൽ ഗൈസ്. ഏതാണ്ട് മുഴുവനായിട്ട് ഞാൻ 50 രൂപയ്ക്ക് മേടിച്ച 10 രൂപയുടെ 20 രൂപയുടെ സംഭവം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മുഴുവനും പോയിട്ടുണ്ട് തറയിൽ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരിയേ കിട്ടിട്ടുള്ളൂ നമുക്ക്. വലിയ കാര്യത്തിലൊക്കെ ഞാൻ ചമ്മിപ്പോയി ഗൈസ്. നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. എനിക്ക് ബൂസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് കൊക്കോ പൗഡർ ആ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ആയിട്ടുണ്ട്, ഫിറ്റിയിലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ്
കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഇട്ടതിന് ശേഷം കൊക്കോ പൗഡർ ഇട്ടു. ആൻഡ് നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക. ഫ്രീസറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടേസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഒരു ഷോർട്സ് ആയിട്ട് വരും. ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ അടിപൊളി ഡ്രീം കേക്ക്. ആൻഡ് ഗൈസ് നമ്മൾ പുതിയ വീഡിയോ ഒക്കെ വരുന്ന വേറെ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.